ഈശംസിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഒരു സന്യാസിനിയുടെ മൃതസംസ്കാര വേളയിൽ നടത്താവുന്ന ഒരു ലഘു സന്ദേശമാണ് ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. നാമൊക്കെ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നമുക്കൊക്കെ എന്നും പ്രചോദനവുമായിരുന്ന നമ്മുടെ പ്രിയ സിസ്റ്ററിനെ അന്തിമോപചാരം അർപ്പിക്കുവാൻ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും നാഥനായ ദൈവം നമ്മെ ഏവരെയും സമാശ്വസിപ്പിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നിരീശ്വരവാദിയും എഴുത്തുകാരനുമായിരുന്ന ഫ്രാങ്ക് സള്ളിവൻ ഒരിക്കൽ റോമിലെ ഒരു സന്യാസാശ്രമം സന്ദർശിക്കുകയുണ്ടായി. ആശ്രമത്തിലെ സുപ്പീരിയറുമായി സംസാരിക്കുന്നതിനിടയിൽ സള്ളിവൻ ചോദിച്ചു, നിങ്ങളുടെ സമയം മുഴുവൻ നിങ്ങൾ ദൈവത്തെപ്പറ്റി ചിന്തിക്കുകയും ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയുമൊക്കെ ചെയ്യുകയാണല്ലോ. നിങ്ങളുടെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളുമൊക്കെ വെടിഞ്ഞ് ഒരു സാധാരണ ജീവിതം മാത്രമാണ് നിങ്ങൾ നയിക്കുന്നത്. എന്നാൽ ദൈവം എന്ന ഒരാൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവനും ഒരു നഷ്ടമല്ലേ? ഉടൻ സന്യാസിനി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സള്ളിവനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മനുഷ്യ, ദൈവമില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 70 80 ഏറിയാൽ 100 വർഷങ്ങൾ മാത്രം. ഇനി ദൈവമുണ്ടെങ്കിൽ താങ്കൾക്ക് നഷ്ടപ്പെടുന്നത് എണ്ണിയാൽ തീരാത്ത വർഷങ്ങൾ, അഥവാ നിത്യത തന്നെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഫ്രാങ്ക് സള്ളിവനെ ഇത് വളരെയധികം ചിന്തിപ്പിച്ചു. കടുത്ത നിരീശ്വരവാദിയായിരുന്ന ഫ്രാങ്ക് സള്ളിവൻ കത്തോലിക്ക മത വിശ്വാസിയായി. പ്രിയപ്പെട്ടവരെ, ഇഹലോക ജീവിതം പരലോക ജീവിതത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. നാം എപ്രകാരമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പരലോക ജീവിതവും. ഒരു സന്യാസിനി തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ടവളാണ്. തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഉറ്റവരെയും ഉടയവരെയും തൻ്റെ സുഖങ്ങളും തൻ്റെ സന്തോഷങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയം കണ്ടെത്തി ജീവിതത്തെ സമ്പന്നമാക്കുവാൻ ശ്രമിക്കുന്നവളാണ് ഒരു യഥാർത്ഥ സന്യാസിനി. മരണം ഒരു സന്യാസിനിയുടെ ജീവിതത്തിൽ ഒരിക്കലും പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ജീവിതം മുഴുവനും അവൾ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവളാണ്. ഒരു സന്യാസിനിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു ലാഭമാണ് എന്ന് പറയാൻ സാധിക്കും. ജീവിച്ചാലും മരിച്ചാലും യേശുവിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവളാണ് ഒരു സന്യാസിനി. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം തിരുവചനം പറയുന്നത് പോലെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. തനിക്ക് ദൈവം തന്ന താലന്തുകൾ ഇരട്ടിയാക്കി മുതലും പലിശയും സഹിതം തിരികെ ദൈവത്തിന് സമർപ്പിക്കുന്നവളാണ് ഒരു സന്യാസിനി. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ഗുരുവും നാഥനുമായ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ സിസ്റ്ററിനെ നീതിയുള്ള ന്യായാധിപനായ ദൈവം വിജയകിരീടം അണിയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.